everyone, welcome to Kids Area Online Class 3 പരിസര പഠനം. കേരള സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള മൂന്നാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള പരിസര പഠനമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓണം എക്സാം ക്ലാസ് ആണ്. ഇത് മലയാളം മീഡിയം കുട്ടികൾക്കുള്ള ക്ലാസ് ആണ് കേട്ടോ. മലയാളം മീഡിയം കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾക്കുള്ള ക്ലാസ് ഉണ്ട്. അത് ഇംഗ്ലീഷ് മാത്രമായിട്ട് മറ്റൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് കാണുക. ഇത് മലയാളം മീഡിയം പഠിക്കുന്ന കുട്ടികൾ കാണുക. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിനായിട്ടുള്ള ക്ലാസ് കാണുക. ഓക്കെ, അതും കിഡ്സ് ഏരിയ ഓൺലൈൻ ചെയ്തിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, നിങ്ങൾക്കറിയാവുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ? എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ? എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ? അല്ലല്ലോ, എല്ലാ സസ്യങ്ങളും ഒരുപോലെയല്ല. അപ്പോൾ സസ്യങ്ങൾ എന്തൊക്കെയാണ് വ്യത്യാസം വരുന്നത്? എന്തൊക്കെയാ വ്യത്യാസം വരുന്നേ? വലുപ്പത്തിൽ വ്യത്യാസമുണ്ടല്ലേ? എല്ലാ ചെടികളും ഒരുപോലെ അല്ല, വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്. ചില ചെടികൾ എന്താണ്, വലുതായിരിക്കും, ചിലതോ ചെറുതായിരിക്കും. അപ്പോൾ വലുപ്പത്തിൽ വ്യത്യാസം കാണുന്നുണ്ട്. ഇനി എല്ലാത്തിൻ്റെയും ആകൃതി ഒരുപോലെയാണോ? എല്ലാ സസ്യങ്ങളുടെ ആകൃതി ഒരുപോലെയാണോ? അല്ല, ആകൃതി ഒരുപോലെയല്ല. അപ്പോൾ എല്ലാ സസ്യങ്ങളുടെയും ആകൃതി ഒരുപോലെയല്ല. അപ്പോൾ വലുപ്പം, ആകൃതിയിൽ വ്യത്യാസമുണ്ട്. ഇനി എല്ലാ സസ്യങ്ങളുടെയും മണം ഒരുപോലെയാണോ? മണം ഒരുപോലെയാണോ? ഇല്ല. നമ്മൾ ഓരോ ചെടിയുടെ ഇലയെടുത്ത് മണപ്പിച്ച് നോക്കിയാൽ മണം, അല്ലെങ്കിൽ ആ തണ്ടിൽ മണപ്പിച്ച് നോക്കിക്കഴിഞ്ഞാൽ മണം വേറെയാണല്ലേ. അപ്പോൾ എല്ലാ ചെടികളുടെയും മണം ഒരുപോലെയല്ല, മണം വ്യത്യസ്തമാണ്. അപ്പോൾ ഓരോ ചെടികൾ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്നാണ് പഠിക്കുന്നത്. അടുത്ത എന്താണ്? നിറം. എല്ലാ ചെടികളുടെയും നിറം ഒരുപോലെയാണോ? ഇല്ല. ചീര ചുവപ്പ് നിറമുണ്ട്. പല നിറത്തിലുള്ള ചെടികളുണ്ട് അല്ലേ? ഒന്നിൽ കൂടുതൽ നിറങ്ങൾ ചേരുന്ന ചെടികളുണ്ട്. അപ്പോൾ എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ? അല്ല. എന്തൊക്കെയാണ് സസ്യങ്ങളിലുള്ള വ്യത്യാസങ്ങൾ? വലുപ്പത്തിൽ വ്യത്യാസമുണ്ട്, ആകൃതിയിൽ വ്യത്യാസമുണ്ട്, മണം വ്യത്യാസമുണ്ട്, നിറം വ്യത്യാസമുണ്ട്. അപ്പൊ ഏതൊക്കെയാണ് നിങ്ങൾ കാണാതെ പറഞ്ഞേ? വലുപ്പം, ആകൃതി, മണം, നിറം. ഇതിൽ എല്ലാ ചെടികളും തമ്മിൽ എന്താണ്? വ്യത്യസ്തമാണ്. ഓക്കെ, ഇത് പഠിച്ചില്ലേ? അപ്പോൾ ചെടികൾ തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ? വലിപ്പം, ആകൃതി, മണം, നിറം, ഇവയിൽ വ്യത്യാസം ഉണ്ട്. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലുള്ള സസ്യങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കൂ. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ചീര എന്ന് പറയുന്ന ചീരയുടെ തണ്ട് എങ്ങനെയാണ്? മൃദുവാണോ, കാഠിന്യമാണോ, വളരെ കാഠിന്യമാണോ? മൃദു എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. കാഠിന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ റോസ, ചെമ്പരത്തി, അതുപോലെ കൈകൊണ്ട് മുറിക്കാൻ പറ്റുന്നത്. വളരെ കാഠിന്യം എന്ന് പറഞ്ഞാൽ മാവ്, പ്ലാവ്, തെങ്ങ്, അത് നമുക്ക് കൈകൊണ്ട് മുറിക്കാൻ പറ്റത്തില്ല. അത് വളരെ കാഠിന്യമുള്ളത്. അപ്പം മൃദുവാണോ, കാഠിന്യമുള്ളതാണോ, വളരെ കാഠിന്യമുള്ളതാണോ? അതിന്റെ തണ്ട് മൃദുവായതാണ്. ചീരയുടെ വലുപ്പം എങ്ങനെയാണ്? ചെറുതാണോ, ഇടത്തരമാണോ, വലുതാണോ? സ്മോൾ ആണോ, മീഡിയം ആണോ, ബിഗ് ആണോ? ചീരയുടെ വലുപ്പം എങ്ങനെയാ? ചെറുതാണ്. ഓക്കെ. നിലനിൽക്കുന്നത് അത് എത്ര സമയം നിലനിൽക്കും? മാസങ്ങളാണോ, വർഷങ്ങളാണോ, വളരെയധികം വർഷങ്ങളാണോ? മാസങ്ങൾ. വർഷങ്ങളൊന്നും അല്ല, മാസങ്ങൾ. അപ്പൊ ചീര എന്ന് പറയുന്ന ചെടി എന്ന് പറയുന്നത് മൃദുവാണ്, ചെറുതാണ്, മാസങ്ങളെ നിൽക്കത്തുള്ളൂ. അപ്പൊ ചീര എന്ന് പറഞ്ഞാൽ ചീര ചെറുതാണ്. ഇനി ചെമ്പരത്തി, ചീരയെക്കാളും വലുതാണ് ചെമ്പരത്തി. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ നമ്മൾ വേറൊരു കാര്യം പഠിക്കാൻ പോവാണ്, ശ്രദ്ധിച്ചിരിക്കാം. ചെമ്പരത്തി മൃദുവല്ല, നമുക്ക് കൈ കൊണ്ട് ഒടിക്കാൻ പറ്റുന്നതാ. അപ്പൊ കാഠിന്യം, വളരെ കാഠിന്യമല്ല, കാഠിന്യം. ഇനി ചെറുതല്ല, ചീരയെ പോലെ ചെറുതല്ല, ഇടത്തരമാണ് അല്ലേ?
ഇടത്തരമാണ്. മാസങ്ങളാണോ നിൽക്കുക? ഇല്ല, വർഷങ്ങൾ നിൽക്കും. വർഷങ്ങൾ 1, 2, 3 വർഷമൊക്കെ അങ്ങ് നിൽക്കും. കണ്ടിട്ടില്ലേ ചെമ്പരത്തിയൊക്കെ നിൽക്കുന്നത്? നിൽക്കും, കൂടുതൽ വർഷങ്ങൾ നിൽക്കും. ഇനി അടുത്ത് മാവ്. മാവിന്റെ തണ്ടിന്റെ പ്രത്യേകത നോക്കാം. മാവിന്റെ തണ്ട് മൃദുവാണോ കാഠിന്യമാണോ വളരെ കാഠിന്യമാണോ? വളരെ കാഠിന്യമാണ്. നമുക്ക് കൈ കൊണ്ടൊന്നും മുറിക്കാൻ പറ്റത്തില്ല. വലുപ്പം എങ്ങനെയാണ്? ചെറുതാണോ ഇടത്തരമാണോ വലുതാണോ മാവ്? മാവ് നല്ല വലുതാവും അല്ലേ? ഇനി നിലനിൽക്കുന്ന കാലം, മാസങ്ങൾ, വർഷങ്ങൾ, വളരെ അധികം വർഷങ്ങൾ നിലനിൽക്കും. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോ. ചീര എന്ന് പറയുന്നത് ചെറുതാണ്, തീരെ ചെറുതാണ്, ചെറിയ ചെടിയാണ്. ചെമ്പരത്തി അതിനേക്കാളും വലിയ ചെടിയാണ്. മാവ് അതിനേക്കാളും വലിയ ചെടിയാണ്. അപ്പൊ തീരെ ചെറിയ ചെടിയാണെങ്കിൽ അത് മൃദുവായിരിക്കും, പിന്നെന്താ ചെറുതായിരിക്കും, മാസങ്ങളെ നിലനിൽക്കത്തുള്ളൂ. അതിനേക്കാളും ഇടത്തര സൈസിലുള്ളതോ, ചെമ്പരത്തി പോലുള്ള, ചെമ്പരത്തി, റോസ ഇതുപോലുള്ളതോ കാഠിന്യമുള്ളതായിരിക്കും. തണ്ട് കൈകൊണ്ട് മുറിക്കാൻ പറ്റും. ഇടത്തരം വലിപ്പമായിരിക്കും. നിലനിൽക്കുന്ന കാലം വർഷങ്ങളായിരിക്കും. ഇനി മാവ് വലിയ മരങ്ങളാകുന്നത് അതിന് വളരെ കാഠിന്യമുള്ളതായിരിക്കും, വലുതായിരിക്കും, വളരെയധികം വർഷങ്ങൾ നിലനിൽക്കും. അങ്ങനെയാണെങ്കിൽ അടുത്തത് റോസ് തന്നെ നമുക്ക് എഴുതാം. റോസ് നമുക്ക് ഏറ്റവും ചെറുതെടുക്കാം. നെല്ലെടുക്കാം. നെല്ലോ തൊട്ടാവാടിയോ എന്ത് വേണം എടുക്കാം. തീരെ ചെറിയ ചെടി, കാശിത്തുമ്പ ചെടിയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വളർത്തുന്ന ചെടികളില്ലേ, 4 മണി ചെടി, പക്കിച്ചെടിയൊക്കെ കണ്ടിട്ടില്ലേ, ചെറിയ ചെടികൾ, അതുപോലുള്ളവ. ഓക്കെ, നമുക്ക് നെല്ലെടുക്കാം. നെല്ലെന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, നെൽച്ചെടി. നെല്ലെടുത്തു കഴിഞ്ഞാൽ അതിന്റെ തണ്ട് മൃദുവാണോ കാഠിന്യമാണോ വളരെ കാഠിന്യമാണോ? നെല്ല് ചെറിയ ചെടിയാണ്, മൃദുവാണ്, ചെറുതാണ്, മാസങ്ങളാണ് നിലനിൽക്കുക. നെല്ലെന്ന് പറഞ്ഞാൽ തീരെ ചെറിയ ചെടി ആയതുകൊണ്ടാണ്. ഇനി അതുപോലെ റോസ എന്ന് പറഞ്ഞാൽ ഇടത്തരമാണ് അല്ലേ? അപ്പൊ അത് നമുക്ക് കൈ കൊണ്ട് മുറിക്കാൻ പറ്റും. മൃദുവല്ല, കാഠിന്യമുണ്ട്, ഇടത്തരമാണ്, വർഷങ്ങൾ നിലനിൽക്കും. ഇനി പ്ലാവ് അല്ലെങ്കിൽ പേര അതൊക്കെ ഉള്ളത്. പ്ലാവ് എങ്ങനെയാണ്? വളരെ കാഠിന്യമാണ്, വലുതാണ്, അധികം വർഷങ്ങൾ നിലനിൽക്കും. അപ്പൊ ഇങ്ങനെ ഒരു ഇത് തന്നാൽ നിങ്ങൾക്ക് എഴുതാൻ മനസ്സിലായല്ലോ, എങ്ങനെയാണ് ഇത് ഫില്ല് ചെയ്യേണ്ടത് മനസ്സിലായല്ലോ, തെറ്റിക്കില്ലല്ലോ. തീരെ ചെറിയ സസ്യമാണെങ്കിൽ എങ്ങനെയായിരിക്കും? മഷിച്ചെടി, മഷിത്തണ്ടില്ലേ അത്, പിന്നെ എന്താണ് മല്ലിയില, അതൊക്കെ എന്താ? തണ്ട് മൃദുവായതാണ്. ഇനി ചെമ്പരത്തി, ബോഗൻവില്ല അങ്ങനെയുള്ള ചെടികൾ, റോസ, ഇതൊക്കെ കുറച്ച് കാഠിന്യമുണ്ട്, തണ്ട് കുറച്ച് കട്ടിയുണ്ട്, നമുക്ക് കൈ കൊണ്ട് മുറിക്കാനേ പറ്റൂ. മറ്റേത് നമുക്ക് വിരൽ കൊണ്ട് മുറിച്ചെടുക്കാൻ പറ്റുന്നതാണ് ചെറിയ ചെടികൾ. മറ്റേ നമ്മൾ 2 കൈ ഉപയോഗിച്ച് മുറിക്കണം. വളരെ കാഠിന്യമാണെങ്കിലോ നമുക്ക് മുറിക്കാൻ പറ്റത്തില്ല, കോടാലി ഉപയോഗിക്കണം. മനസ്സിലായോ? അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മറ്റൊരു കാര്യം പഠിക്കാനായിട്ട് പോവുകയാണ്. ശ്രദ്ധിച്ചിരുന്നോളൂ. നമ്മൾ ആദ്യം പഠിച്ചത് തണ്ട് മൃദുവായിട്ടുള്ളത്, ഇതിന് എന്ത് പേരാണ് പറയാന്നറിയാവോ? ഔഷധി എന്നാണ് പറയുക. എന്താ പറയാ? ഔഷധികൾ എന്നാണ് പറയുക. എന്റെ പേരെന്താണ്? ഔഷധികൾ എന്നാണ് ഔഷധികൾ എന്നാണ് കേട്ടോ പറയാ. ഇതിന്റെ പേരെന്താണ്? ഔഷധികൾ. എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഔഷധികൾ എന്നാണ് വിളിക്കുക. ചീരയുണ്ട്, മഷിത്തണ്ടുണ്ട്, മല്ലിയിലയുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതിന്റെ തണ്ടെല്ലാം തീരെ കട്ടി കുറവാണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ? ഔഷധികളുടെ പ്രത്യേകത എന്താ? തണ്ട് മൃദുവാണ്. ഔഷധികളുടെ പ്രത്യേകത തണ്ട് മൃദുവാണ്. അതിന്റെ വലിപ്പം എങ്ങനെയാണ്? വലുപ്പം നമ്മൾ പഠിച്ചു. വലുപ്പം ചെറുതാണ്. ഇനി ഇത് എത്ര മാസങ്ങൾ മാത്രമാണ് നിലനിൽക്കുക? മാസങ്ങളാണ് ഇതിന്റെ നിലനിൽക്കുക. വേറൊരു പ്രത്യേകത, മാസങ്ങളാണ് നിലനിൽക്കുക. അടുത്തെന്താണ്? ആഴത്തിൽ വേരോട്ടമില്ല. അധികം ആഴത്തിൽ എന്ത് ചെയ്യത്തില്ല? വേര് പോകത്തില്ല. മാസങ്ങളാണ് നിലനിൽക്കുക. ഇതൊക്കെയാണ് എന്തിന്റെ പ്രത്യേകത? നിലനിൽപ്പ് മാസങ്ങളാണ്. ഔഷധികളുടെ പ്രത്യേകത എന്താണ്? തണ്ട് മൃദുവാണ്, വലുപ്പം ചെറുതാണ്, ആഴത്തിൽ വേരോട്ടമില്ല, മാസങ്ങൾ മാത്രമാണ് നിലനിൽക്കുക. അപ്പൊ ഇതാണ് ഔഷധികളുടെ പ്രത്യേകത. അപ്പൊ ഔഷധികൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെടികൾ, തണ്ട് മൃദുവായിട്ടുള്ള ചെറിയ ചെടികളെയാണ് ഔഷധികൾ എന്ന് പറയുക. എക്സാമ്പിൾ മനസ്സിലായല്ലോ. ചീര വരും, അതുപോലെ ചീര വരുന്നുണ്ട്. നമ്മുടെ ചെറിയ ചെടികളില്ലേ, ചെറിയ മഷിത്തണ്ട്, അതുപോലെ ചെറിയ ചെടികളാണ് ഇതിന് ഉദാഹരണം. ഓക്കെ, ചീര, നെല്ല്, കാബേജ്, തക്കാളി, ഇഞ്ചി, ഇതൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്.
മനസ്സിലായോ? മനസ്സിലായില്ലേ? അടുത്തതിലേക്ക് പോട്ടെ. അടുത്ത് നമ്മൾ കാഠിന്യമുള്ള തണ്ട്. ഇത് നമ്മൾ തണ്ട് മൃദുവായതിനെ കുറിച്ച് വിളിക്കുന്ന പേരെന്താണ്? ഓഷധികൾ. തണ്ട് മൃദുവായതിനെ വിളിക്കുന്ന പേര് ഓഷധികൾ. അടുത്തതാണ്, ഇത് വളരെ ഉയരത്തിൽ വളരുന്നതാണ്. ഇതാരാണ്? ചെമ്പരത്തി. ചെമ്പരത്തികൾ എന്താ വിളിക്കുക? ചെമ്പരത്തി എന്താ വിളിക്കുക? കുറ്റിച്ചെടികൾ. എന്താ വിളിക്കുക? കുറ്റിച്ചെടികൾ. ആദ്യം തണ്ട് മൃദുവായതാണെങ്കിൽ എന്താ പറയാ? തണ്ട് മൃദുവാണെങ്കിൽ എന്ത് പറയും? ഓഷധികൾ. ഇനി തണ്ടിന് കടുപ്പമുണ്ട്. തണ്ടുകൾക്ക് കടുപ്പമുണ്ട്. ഒന്നാമത്തെ പ്രത്യേകത, തണ്ടുകൾക്ക് കാഠിന്യമുണ്ട് അല്ലെങ്കിൽ കടുപ്പമുണ്ട്. ഇത് ചെറിയ ചെടിയാണ്, ഇതിന് അധികം ഉയരത്തിൽ പോകത്തില്ല. തണ്ടുകൾക്ക് കടുപ്പം ഉണ്ടെന്നേ ഉള്ളൂ. ഇതിനെന്ത് പേരാ വിളിക്കുക? കുറ്റിച്ചെടികൾ. എന്ത് പേരാ വിളിക്കുക? കുറ്റിച്ചെടികൾ. അപ്പൊ ഒന്നാമത്തെ പ്രത്യേകത, കുറ്റിച്ചെടികളുടെ ഒന്നാമത്തെ പ്രത്യേകത കട്ടിയുള്ള തണ്ട്. കട്ടിയുള്ള തണ്ടാണ്. ഇനി എന്താ? വർഷങ്ങൾ നിലനിൽക്കുന്നു. വർഷങ്ങൾ നിലനിൽക്കും. വർഷങ്ങൾ നിലനിൽക്കുന്നു. വേറെ പ്രത്യേകത നമുക്ക് എഴുതാലോ. നമ്മൾ ആദ്യം പഠിച്ചു. അതിന്റെ വലുപ്പം എങ്ങനെയാണ്? ഇടത്തരം വലുപ്പം. ഇടത്തരം വലുപ്പം. ഓക്കെ, വർഷങ്ങൾ നിലനിൽക്കുന്നു, ഇടത്തരം വലുപ്പം. ഇതൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത. ഓഷധികളേക്കാൾ വലുപ്പം കൂടുതലായിരിക്കും. ഓഷധികളേക്കാൾ വലുപ്പം ഇതിന് കൂടുതലായിരിക്കും. എന്നാൽ മരങ്ങളേക്കാൾ വലിപ്പം കുറവായിരിക്കും. ഓഷധികളേക്കാൾ വലിപ്പം കൂടുതലും മരങ്ങളേക്കാൾ വലിപ്പം കുറവ്. വലിപ്പം ഇടത്തരമാണ്. ഇടത്തരം വലുപ്പം. ഇപ്പൊ രണ്ടാമത് നമ്മൾ പഠിച്ചത് കുറ്റിച്ചെടികൾ. ഒന്നാമത് നമ്മൾ പഠിച്ചത് എന്താണ്? തണ്ട് മൃദുവായത് ഓഷധികൾ. ഒന്നാമത് പഠിച്ചത് എന്താണ്? ഓഷധികൾ. രണ്ടാമത്തത് അതിനേക്കാളും വലുത് എന്താണ്? തണ്ട് കടുപ്പമുള്ളത് കുറ്റിച്ചെടികൾ. അടുത്ത നമ്മൾ പഠിച്ചത് എന്താണ്? കുറ്റിച്ചെടികൾ. ഓർമ്മയിരിക്കുമല്ലോ. ഇനി മൂന്നാമത്തെ കാര്യം നമുക്ക് പഠിക്കാം. മൂന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത് മരങ്ങൾ. വളരെ ഉയരത്തിൽ വളരുന്ന ഞങ്ങളാണ് മരങ്ങൾ. മൂന്നാമത്തത് ആരാണ്? മരങ്ങൾ. മരങ്ങൾ. മരങ്ങളുടെ പ്രത്യേകത എന്താണ്? വളരെ കാഠിന്യമുള്ള തണ്ടാണ്. വളരെ കാഠിന്യമുള്ള തണ്ടാണ്. ഇനി അധികം വർഷം നിലനിൽക്കും. അടുത്ത പ്രത്യേകത എന്താ? അധികം വർഷം നിലനിൽക്കും. അധികം വർഷം നിലനിൽക്കും. മൂന്നാമത്തെ പ്രത്യേകത എന്താ? അതിന്റെ വലിപ്പം എങ്ങനെയാണ്? വലുപ്പം കൂടുതലാണ്. വലുപ്പം കൂടുതൽ. അപ്പൊ ഒന്നാമത്തെ കാര്യം കാഠിന്യമുള്ള തണ്ട്, വളരെ കാഠിന്യമുള്ള തണ്ടാണ്. രണ്ടാമത് വലിപ്പം കൂടുതലാണ്. മൂന്നാമത്തെ അധികം വർഷം നിലനിൽക്കും. ഇതിന്റെ പേരെന്താണ്? മരങ്ങൾ. അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്നാമത് നമ്മൾ പഠിച്ചത് എന്താണ്? ഓഷധികൾ. തണ്ട് മൃദുവായത് ഓഷധികൾ, ഏറ്റവും ചെറുത് ഓഷധികൾ. മരങ്ങൾ പഠിച്ചു, കുറ്റിച്ചെടികൾ പഠിച്ചു. ഓക്കെ, ഓർമ്മയിരിക്കുമല്ലോ, തെറ്റിക്കില്ലല്ലോ? ഇല്ല. Okay children, bye bye. Thank you.